പിന്നെ ഭഗവാൻ വിവാഹം കഴിച്ചല്ലോ, 16,708 വിവാഹം കഴിച്ചു. ഓരോ ഭാര്യമാരിലും 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ആണ്. അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? ഉച്ചയ്ക്ക് നിർത്തുമ്പം കാൽക്കുലേറ്ററിൽ മൊബൈൽ എടുത്തിട്ട് നോക്കിയാൽ മതി എത്ര പേരുണ്ടാവും എന്നുള്ളത്. അതൊക്കെ ഒന്ന് വർണ്ണിച്ചു. പിന്നീട് ഭഗവാൻ മുത്തശ്ശനായി എന്നുള്ള കഥ പറയുകയാണ്. പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ ഇപ്പം മുത്തശ്ശനായല്ലോ. അനിരുദ്ധൻ്റെ വിവാഹം, അതാണ് ഉഷാനിരുദ്ധം. ഉഷയെയാണ് വിവാഹം കഴിച്ചത്. ഉഷ എന്നും പറയും, ഊഷ എന്നും പറയും. ബാണാസുരൻ്റെ മകളാണ് ഉഷ. ബാണാസുരനാണ്, അസുരൻ്റെ മകളെ വിവാഹം കഴിച്ചു ആര്? ഭഗവാന്റെ പേരക്കുട്ടി. ആരാ ഈ ബാണാസുരൻ? ബാണാസുരൻ മഹാബലിയുടെ മകനാ. ആരുടെ മകനാണ്? ബലിയുടെ മകനാ. ബലി ആരാണ്? പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്. പ്രഹ്ലാദനായിട്ട് ഭഗവാൻ ബന്ധമുണ്ടല്ലോ. അന്ന് തന്നെ പ്രഹ്ലാദൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വംശത്തിൽ ആരാ അഹങ്കരിച്ചാലും ഞാൻ വന്ന് ആ അഹങ്കാരം ഇല്ലാണ്ടിയാക്കും. ആ വാക്ക് ഭഗവാൻ പാലിക്കാറുണ്ട്. ബലി അഹങ്കരിച്ചപ്പം വന്നു വാമനായിട്ട് വന്ന് ഇല്ലാണ്ടിയാക്കി. ഇപ്പം പ്രശ്നം ആർക്കാ ചോദിച്ചാൽ ബലിയുടെ മകൻ ബാണാസുര ലേശര അഹങ്കാരമുണ്ട്. ശിവൻ്റെ അനുഗ്രഹം കൊണ്ടേ. പരമശിവനാണെങ്കിൽ അർഹത നോക്കാണ്ടുള്ളതൊക്കെ കൊടുക്കും. ഇങ്ങനെയൊരു സ്വഭാവം. എന്ത് പറ്റി ചോദിച്ചാൽ ഈ പരമശിവൻ താണ്ഡവമാടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പിന്നെ പോയിട്ട് ഉടുക്ക് കൊട്ടി കണ്ടപ്പോൾ ശിവന് വലിയ സന്തോഷമായി. 1000 കൈകൾ അങ്ങോട്ട് കൊടുത്തു. 1000 കൈ കിട്ടിയപ്പോൾ ഇയാൾ ഉടുക്ക് കൂട്ടണം നിർത്തി. ചിലട്ട് അങ്ങനെയാണ്. നാമം ചോദിച്ചെന്തെങ്കിലും കേമത്തൊക്കെ കിട്ടിയ പിന്നെ നാമജപം നിൽക്കും. ഇത് 1000 കൈകൾ കിട്ടിയതോടുകൂടി പിന്നെ ഇയാൾക്ക് ഉടുക്ക് കൂട്ടാനും താല്പര്യമില്ല. അദ്ദേഹം താണ്ഡവം കാണാനും പോകാറില്ല. അയാൾക്ക് ഇനിയിപ്പം യുദ്ധം ചെയ്യാനാ മോഹം. ഒരിക്കൽ ശിവനെ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങ് തന്ന കൈകൾ ഭാരമായിട്ട് തോന്നുക, കൈത്തരിപ്പ് വല്ലാതെ ഇങ്ങനെ, ഒന്ന് എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരുമോ ചോദിച്ചു. തല്ലുകൂടാൻ വരുമോ? ആരോട്? കൈ തന്ന ആളോടനെ ചോദിക്കണം വെച്ചാൽ എത്ര കണ്ട അഹങ്കാരം ഉണ്ടാവും. ശിവൻ നല്ലോണം നോക്കി എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അഹങ്കാരം തീർക്കാൻ ഇവിടെ ഒരാൾ വരും. അയാൾ വരുമ്പോൾ നിൻ്റെ ഈ കൊടിമരം, ആ കൊടിശീല അവിടെ കാണില്ല, അത് വെട്ടുന്നും പറഞ്ഞു. അതോടുകൂടി ഇവിടെ ഒരു പരിഭ്രം, ഒരു പേടി. എന്നും രാവിലെ ആയാൽ വന്ന് നോക്കും കൊടിമരം, കൊടിശീല പോയോ നോക്കും. ഒരു ദിവസം അദ്ദേഹം വന്ന് നോക്കുമ്പോൾ കൊടിശീല കാണുന്നില്ല. അയ്യോ, പരിഭ്രമായി. വേഗം തന്നെ പരമശിവനെ വിളിച്ചു. പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, എന്നെ സഹായിക്കാൻ വരണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പരമശിവൻ യുദ്ധത്തിന് സഹായിക്കാനായിട്ട് വന്നു. എന്താ കഥ? അതാണ് ചോദ്യം. എന്താ ഉണ്ടായി ചോദിച്ചാൽ, ഈ ബാണാസുരൻ്റെ മകളാണുള്ള ഉഷ. അവിടുത്തെ മന്ത്രിയാണ് കുംഭാണ്ഡൻ. എന്താ പേര്? കുംഭാണ്ഡൻ. കുംഭാണ്ഡൻ്റെ മകളാണ് ചിത്രലേഖ. ചിത്രലേഖയും ഈ ഉഷയും വലിയ കൂട്ടുകാരികളാണ്. ഒരുമിച്ചാണ് ഉണ്ണ്, ഒരുമിച്ചാണ് ഉറങ്ങുക. ഒരിക്കൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആരെണീറ്റു? ഈ ഉഷ അങ്ങോട്ട് എഴുന്നേറ്റു. എന്നെ വിട്ടു പോകരുതേ പറഞ്ഞ് ഉറക്കം ഇങ്ങനെ കരയാണ് എണീറ്റിട്ടേ. അപ്പോൾ ചിത്രലേഖ പറഞ്ഞു, ഞാൻ വിട്ടുപോയില്ലേ, ഞാൻ ഇവിടെ ഉണ്ട്. നിന്നെയല്ല. പിന്നെ ആരെയാണ്? ഞാൻ സ്വപ്നത്തിലൊരു പുരുഷനെ കണ്ടു. അയാളപ്പം അങ്ങോട്ട് കൊണ്ടുവരണം. ശരിക്കും കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയാ പറയാം? അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ നിശ്ചയില്ലല്ലോ. ചിത്രലേഖ പിന്നെ പേര് പോലെ തന്നെ ചിത്രം വരയ്ക്കാനുള്ള ശേഷി, ആ കഴിവുള്ള മൾട്ടി ആനിമേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞതാണ്. അപ്പം പിന്നെ കമ്പ്യൂട്ടർ എടുത്ത് മെല്ലെ പുരിക എങ്ങനെയാണ് നോക്കി, മൂക്ക് എങ്ങനെയല്ലേ, അതെ, ചുരുണ്ട മുടിയാണോ, അതെ, അങ്ങനെ നോക്കി ഏറെക്കുറെ ആരായി വരച്ച് വന്നപ്പം അനിരുദ്ധനാ, പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ, കൃഷ്ണൻ്റെ പേരക്കുട്ടി. ഇതന്നെ പറഞ്ഞ് അവൾ ചാടിക്കളിച്ചു. ഓ, ഇതനിരുദ്ധനാണ് എന്നും പറഞ്ഞു. അയാളെപ്പം അങ്ങോട്ട് കൊണ്ടുവരണം. ചിത്രലേഖ പറഞ്ഞു, നോക്കാം, മായാശക്തി ഉണ്ടല്ലോ ചിത്രലേഖയ്ക്ക്, എവിടെ വേണമെങ്കിൽ കയറിച്ചല്ല. അവൾ പറന്നങ്ങോട്ട് പോയി. എവിടെത്തി? ദ്വാരകയിലെത്തി. അവിടെ കിടന്നുറങ്ങണ കുട്ടികൾ, ഭഗവാന്റെ പേരക്കുട്ടികളിലെ അനിരുദ്ധനെ ആര് കൊണ്ടുവന്നു? ആരും അറിഞ്ഞില്ല. ആര് കൊണ്ടുവന്നു? ആ ചിത്രലേഖ എടുത്തങ്ങോട്ട് കൊണ്ടുവന്നു. ദ്വാരകയിൽ ആരും അറിയാണ്ടിരിക്കുമോ? അവിടെ ഒരാളുണ്ട്, എല്ലാം അറിയുന്നവൻ ഒരാളുണ്ട് അവിടെ. അയാളുടെ സങ്കല്പം കൊണ്ടപ്പം നടന്നു തന്നെ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ബാണാസുരൻ്റെ അടുത്ത് എത്തിയിട്ട് ആ കൈകളൊക്കെ ഒന്ന് ഇല്ലാണ്ടി ആക്കണം, അഹങ്കാരം തീർക്കണം എന്ന് മോഹമുണ്ട്. അതിനൊരു അവസരം കാത്തിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം ഭഗവാൻ എന്ത് കരുതി, പോട്ടെ, കൊണ്ടുപോട്ടെ അനിരുദ്ധൻ, എന്നിട്ട് അത് പറഞ്ഞു ചോദിക്കാൻ പോകാമല്ലോ, ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭഗവാൻ അത് കൊണ്ടുപോയിക്കോട്ടെ കരുതി. അല്ലാതെ ഭഗവാന്റെ മായയുടെ മുന്നിൽ ഇവളുടെ മായൊക്കെ എന്താ? ഒന്നുമല്ല. ഏറ്റവും വലിയ മായാവി ആരാ? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഏറ്റവും വലിയ മായാവി ഭഗവാനാ. അതിൻ്റെ ചെറിയൊരു ശക്തി, ലേശം അംശം ആർക്ക് കിട്ടി? ഈ ചിത്രലേഖയ്ക്ക് കിട്ടിയെന്നേ ഉള്ളൂ. അങ്ങനെ ചിത്രലേഖ കൊണ്ടുവന്നു. ഇപ്പോൾ അനിരുദ്ധൻ താമസം എവിടെയാണ്? ബാണാസുരൻ്റെ കൊട്ടാരത്തിലാണ്, ഉഷയുടെ കൂടെയാണ്. ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ആർക്ക് മനസ്സിലായി? സംഭവം ബാണാസുരന് മനസ്സിലായി. ചീറ്റിങ് കളിയൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, എത്രയാ ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോകുന്നത്? പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ 2-3 ബേസിൽ അങ്ങനെ കൊണ്ടുപോവുകയാണ് ഇഡ്ഡലി. ഞങ്ങൾക്ക് നല്ലോണം കഴിക്കണേ. അന്വേഷിച്ചു തന്നു. ഒരു ദിവസം വാതിലങ്ങോട്ട് തുറന്നപ്പോൾ ആരെ കണ്ടു? ആ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കണു. കാമാത്മജം തം ഭുവനൈക സുന്ദരം. എന്തൊരു സൗന്ദര്യം! എങ്ങനെ സൗന്ദര്യം ഇല്ലാണ്ടിരിക്കുക? ആരാ അച്ഛൻ? പ്രദ്യുമ്നൻ. ആരാ പ്രദ്യുമ്നൻ? കാമദേവനാണേ. കാമാത്മജം, കാമദേവന്റെ മകനാണ്. പിന്നെ സൗന്ദര്യം ഇല്ലാണ്ടിരിക്കുമോ? എന്ന് മാത്രമല്ല, അയാളുടെ മുത്തശ്ശൻ ആരാ? കൃഷ്ണൻ. സൗന്ദര്യം ഇല്ലാണ്ടിരിക്കുക. ഭുവനസുന്ദരന്റെ പേരക്കുട്ടിയാണ്. കാമാത്മജം തം ഭുവനൈക സുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജേക്ഷണം. അതങ്ങോട്ട് കണ്ട സമയത്ത്
ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നിയത് എന്താ വെച്ചാൽ തൻ്റെ മകളുടെ സെലക്ഷൻ നല്ലൊരാളെ തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷെ എന്ത് പറ്റിച്ചാൽ തന്നോടൊക്കെ ഒന്ന് പറയണമായിരുന്നു. അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങനെയല്ലേ വേണ്ടത്. ഇതിപ്പോൾ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരിക. ഇനി വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഇയാളങ്ങോട്ട് ഇറങ്ങി വരിക, പിടിച്ചങ്ങോട്ട് കെട്ടിയാലേ ഈ അനിരുദ്ധനെ. ഇപ്പം അനിരുദ്ധൻ എവിടെയാണ്? ബന്ധനത്തിലാണ്. എവിടെ? ഈ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ. ഈ വാർത്ത നാരദമഹർഷി വന്ന് ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ പേരക്കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ഇഷ്ടമുണ്ടോ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, പേരക്കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ 10-18 വയസ്സ് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക. അതല്ലാണ്ട് കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും പിന്നാലെ അങ്ങ് നടക്കുക പറഞ്ഞാൽ എത്ര ഉണ്ട്? ഭഗവാനൊക്കെ ലക്ഷക്കണക്കിന് പേരക്കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അവർ ചെയ്യട്ടെ. അല്ലാതെ ഇപ്പം അവരുടെ പിന്നാലെ നടക്കുകയാണോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും? ഇല്ല, ഇവിടെ ഇല്ല, മനസ്സിലായിക്കോളും. ഇപ്പോൾ 3 മാസമായിട്ട് ഇവിടെ ഇല്ല ആളെവിടെയുള്ളത്? അവിടെ ബാണാസുരൻ്റെ കൊട്ടാരത്തിലാണെന്ന് അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടതും ഭഗവാൻ സൈന്യങ്ങളെയും കൂട്ടി പുറപ്പെടുകയാണ്. അവിടെ എത്തിയ സമയത്ത് ആ കൊടിമരം അങ്ങോട്ട് വെട്ടി. അതാണ് ആര് പരിഭ്രമിക്കാൻ കാരണം? ആ ബാണാസുരൻ പരിഭ്രമിക്കാൻ കാരണം. ശിവനെ വന്നു കേമായിട്ട് ഭജിച്ചു. പരമശിവൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായിട്ട് വന്നു. അങ്ങനെ അവിടെ വെച്ച് ശിവനും കൃഷ്ണനും തമ്മിലൊരു ചെറിയൊരു നാടകം ആണ്. ശിവൻ പറഞ്ഞു, ഞാൻ തോറ്റു തരാം, കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് വേണ്ടത് എന്താ വെച്ചാലേ നേരേക്ക് കൊടുക്കുക. ഞാൻ കൊടുത്ത കൈ കൊണ്ട് ഇപ്പം ഞാൻ തന്നെ തോൽക്കേണ്ടായത്, ബുദ്ധിമുട്ടുണ്ടാവുകയുണ്ടായത്. അവിടെ വെച്ച് ശൈവജ്വരവും വൈഷ്ണവജ്വരവും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. അതിൽ ശൈവജ്വരം തോറ്റു. കേമായിട്ട് വൈഷ്ണവജ്വരത്തെ സ്തുതിച്ചു. നമാമിത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തത് ബ്രഹ്മലിംഗം പ്രശാന്തം നമാമി. നമസ്കരിക്കുക. അതാണ് ത്വാനന്ദശക്തിം പരേശം. ഭഗവാനെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ഈ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണെന്ത്? നമസ്കാരം. നമസ്കരിക്കുക പറഞ്ഞാൽ എല്ലാം വിട്ടങ്ങോട്ട് വീഴുക. അതാണെന്ത്? നമസ്കാരം. വീണത് എപ്പോഴാണ്? ജീവൻ പോകുമ്പോൾ. അപ്പോഴാണ് അല്ലേ? അങ്ങോട്ട് വീഴില്ല, അതുപോലെ വീഴുക വേണ്ടത്. എന്നുവെച്ചാൽ അഹന്ത മുഴുവനായിട്ട് പോകുമ്പോഴേ അങ്ങനെ അങ്ങോട്ട് വീഴാൻ സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിക്കുക എല്ലാം എന്ന് കാണിക്കാനാണ് ഈ നമസ്കാരം. നമസ്കരിക്കുമ്പോൾ ആർക്കാ ലാഭം ചോദിച്ചാൽ നമസ്കരിക്കുന്ന ആൾക്കാ ലാഭം. അയാളുടെ അഹന്തയാണ് നീങ്ങുക. നമാമിത്വാനന്ദശക്തിം പരേശം. അങ്ങനെ നമസ്കരിച്ചാൽ എന്താ ലാഭം? ജ്വരം നീങ്ങും ആണ്. ജ്വരം എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന ജ്വരം ആണ്, ദുഃഖം. ഈ സംസാര ദുഃഖം നീങ്ങണമെങ്കിൽ ഗുരുനാഥനെ നമസ്കരിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അതാണ് ഭഗവാനെ നമസ്കരിച്ചു. അങ്ങനെ ആ ബാണാസുരൻ്റെ കൈകൾ ഭഗവാൻ അങ്ങോട്ട് വെട്ടി 4 കൈ ബാക്കി വെച്ചു. 2 കൈ കൊണ്ട് ശിവനെയും നമസ്കരിച്ചോളൂ, സ്തുതിച്ചോളൂ, അല്ലെങ്കിൽ തൊഴുതോളൂ. 2 കൈ കൊണ്ട് എന്നെയും തൊഴുക മതി. അതിലധികം ഉണ്ടാകുമ്പോഴാണ് ഈ അഹങ്കാരം കൂടുന്നത് എന്ന് പറഞ്ഞ് ആ ബാണാസുരൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കി. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ബാണാസുരൻ ഭഗവാനെ തൊഴുതു നമസ്കരിച്ചു. അങ്ങനെ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഉഷാനിരുദ്ധം കഥ. ഈ കഥ എന്തിനാണ്? ബാണാസുരൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ, ഭഗവാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. തൻ്റെ ഭക്തനോടുള്ള വാത്സല്യം എന്നാണ്. അവരോട് പറഞ്ഞ വാക്ക് അതൊക്കെ സത്യമാക്കുകയാണ് ഭഗവാൻ. അതിനുശേഷം പിന്നീട് വർണ്ണിച്ച കഥ, ഭഗവാൻ കുട്ടികളെയും പേരക്കുട്ടികളെയും കൂട്ടിയിട്ട് ഒരിക്കൽ ഒരു ഉപവനത്തിലേക്ക് പോയി. ഏകദോപവനം രാജൻ ജഗ്മുഹു യദുകുമാരകാഹ. ഒരിക്കൽ ആ യാദവന്മാരെ കൂട്ടി ഭഗവാൻ പാർക്കിൽ, അടുത്തുള്ള പാർക്കിലും ബീച്ചിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക കുടുംബസമേതം ആണ്. ഇടയ്ക്കൊക്കെ പോകണം. എന്നിട്ട് അവരോട് വർത്തമാനമൊക്കെ പറയണം, അവരുടെ കൂടെ ചെലവഴിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ബന്ധം ഇല്ലേണ്ടി പോകുന്നതാണ്. സ്നേഹം വർത്തമാനം പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതാണ് സംബന്ധമാഭാഷണപൂർവമാഹു. കാളിദാസൻ പറയും, എപ്പോഴും ബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സംഭാഷണത്തിലൂടെയാണ്. അതുകൊണ്ട് ബന്ധുക്കളോടൊക്കെ എന്ത് ചെയ്യണം? ഇടയ്ക്കൊന്ന് സംഭാഷണം, വർത്തമാനം പറയണം. അപ്പോഴാണ് മക്കളോടൊക്കെ സ്നേഹം ഉണ്ടാവുക. അവരിങ്ങോട്ടും ഒക്കെ വേണം. അതിനായിട്ട് ഇത്ര തിരക്കുള്ള ഭഗവാൻ സമയം കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ചെന്നു. ഒരിക്കൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പോയി നോക്കുമ്പം ഒരു വലിയ കിണർ, അതിലൊരു ഓന്ത്. ആ ഓന്ത് കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കണില്ല. ഭഗവാനെടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ഭഗവാൻ വന്നു, തൊട്ടു. അതോടുകൂടി ഓന്തിൻ്റെ രൂപം മാറി ഒരു രാജാവായിട്ട് മാറി. ആ രാജാവിനോട് ഭഗവാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ആ രാജാവ് ഇങ്ങോട്ട് ഭഗവാനോട് ചോദിച്ചു, അങ്ങനെയൊക്കെ എന്നെ നിശ്ചല്ലേ? അങ്ങനെയൊക്കെ എന്നെ അറിയില്ലേ? നൃഗോനാമ നരേന്ദ്രോഹം. എന്നെ അറിയാണ്ടിരിക്കില്ലല്ലോ, ഞാൻ വലിയ ദാനശീലനാണ്. എന്താണ്? ഭഗവാൻ മനസ്സിലായി, വെറുതെ അല്ല ഇയാൾ ഓന്തായത്, ഇതാണ് ഇയാളുടെ സ്വഭാവം എന്നാണ്. അങ്ങനെയൊക്കെ എന്നെ അറിയില്ലേ? അങ്ങനെയൊന്നും ചോദിക്കാനേ പാടില്ല. കാരണം അത്രയ്ക്ക് അഹന്തമുള്ളവരെ അങ്ങനെ ചോദിക്കുള്ളൂ. പേരിട്ട അച്ഛനോട് പോലും മകൻ അടുത്ത് പോയാൽ കാൽക്കൽ വീണ്ടും എന്താ പറയുക? അഭിവാദയേ ഗോവിന്ദ ശർമ്മ നാമ അഹം അസ്മി ഭോ. അച്ഛനോട് പറയുക, ഞാൻ ഇന്നയാളാണ്. അച്ഛനാണ് ആ പേരിട്ടത്. പക്ഷെ എന്നാലും അതാ മര്യാദ. ആ അച്ഛനോട് പറയുമ്പോൾ ഞാൻ ഇന്നയാളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുക. അതാണ് അതിൻ്റെ രീതി. ഞാൻ എന്നെ അറിയില്ലെന്നൊക്കെ ചോദിച്ചാൽ അത് അഹന്തമുള്ളതുകൊണ്ട്, ഞാൻ അറിയപ്പെടേണ്ട ആളാണെന്നൊരു ഭാവമുള്ളതുകൊണ്ടല്ലേ. ഭഗവാൻ ചോദിച്ചാൽ അങ്ങ് ആരാക്കി നിശ്ചയില്ല. ഞാൻ നൃഗൻ എന്ന് പറഞ്ഞ രാജാവാണ്. എന്താ പേര്? നൃഗൻ. ഞാൻ ആരാ നിശ്ചയുണ്ടോ? ദാനിഷു ആഖ്യായമാനേഷു. ഞാൻ വലിയ ദാനശീലനാ. ആരാ പറയേണ്ടത്? അതാരാ പറയേണ്ടത്? മറ്റുള്ളവരല്ലേ പറയേണ്ടത്? അയാളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
യതിതേ കർണമസ്പൃശം, അങ്ങനെ പറ്റി കേട്ടില്ല എന്നുണ്ടോ? ഓ, അങ്ങനെ പറ്റി കേട്ടില്ല. അപ്പം വലിയ വിഷമമായി, അത് കേട്ടില്ല പറഞ്ഞപ്പോൾ. ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങ് ദാനശീലനാണെങ്കിൽ ദാനം ചെയ്താൽ ഓന്താവുമോ? അല്ല, അതല്ല. പിന്നെന്തേ ഓന്തായി? അത് കേൾക്കട്ടെ. അതെന്താ ചോദിച്ചാൽ, ഞാൻ ദാനം ചെയ്തത് പശുക്കളെയായിരുന്നു. ധാരാളം പശുക്കളെ ദാനം ചെയ്യുക. അത് എങ്ങനെയുള്ള പശുക്കളാ ചോദിച്ചാൽ, പയസ്വിനി തരുണി ശീലരൂപ ഗുണോപപന്ന കപില ഹേമശൃംഗി. പയസ്വിനി, ധാരാളം പാല് തരുന്ന പശു. ശീലരൂപ ഗുണോപപന്ന, നല്ല ശീലമുള്ള പശു. കുത്തും കിട്ടും ചവിട്ടും കിട്ടും, ദാനം ചെയ്യുക. അങ്ങനെയൊന്നുമല്ല, നല്ല ശീലമുള്ള നല്ല പശു. ഗുണോപപന്ന കപില ഹേമശൃംഗി, അതും സ്വർണം കൊണ്ട് കൊമ്പും കുളമ്പും കെട്ടിച്ച് കുട്ടിയോടുകൂടി ഞാൻ ദാനം ചെയ്തു. എത്ര പശുക്കളെ? കണക്കൊന്നുമില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം, എന്നാലും ഞാൻ ചെയ്ത ദാനത്തിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല. ഭൂമിയിലെ മണൽത്തരികളൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം, പക്ഷെ എന്നാലും ഞാൻ ചെയ്ത. ഭഗവാൻ പറഞ്ഞു, നിർത്തടോ, ബടായി നിർത്തൂ, കാര്യം പറയൂ. എന്തിപ്പോൾ ഓന്താവാൻ കാരണം? അദ്ദേഹം നോക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇത് കേമത്തം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തേ ഓന്താവാൻ കാരണം പറയുക? അത് പറയാം. അതെന്തേ പറ്റിച്ചാൽ, ഞാൻ ദാനം ചെയ്യുമ്പോൾ ചെറിയൊരു അശ്രദ്ധ, അതാ പറ്റിയത്. ദാനം ചെയ്യുമ്പോൾ എന്ത് പറ്റി ചോദിച്ചാൽ, ഞാൻ ഒരു പശുവിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു. ആ ബ്രാഹ്മണൻ ആ പശുവായിട്ട് അങ്ങോട്ട് പോയി. അയാളെന്തോ തെങ്ങിൻ്റെ മുകളിൽ ഈ പശുവിനെ കെട്ടിയിട്ട് കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോകുമ്പം ഈ പശു എന്ത് ചെയ്തു? കയറ് പൊട്ടിച്ച് ഈ വരിയിൽ തന്നെ വന്നു. അദ്ദേഹമാണെങ്കിൽ പശുവിനെ നോക്കണില്ല, അദ്ദേഹം ക്യാമറ മാത്രമേ നോക്കുള്ളൂ. ഇങ്ങനെ കൊടുക്കുക. ചില അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇങ്ങോട്ട് നോക്കുക, ആർക്കാ കൊടുക്കണം, എന്താ കൊടുക്കണമെന്ന് നോക്കില്ല. അതിൽ നാളെ പേപ്പറിൽ കാണണം, അത്രയേ ഉള്ളൂ. പബ്ലിസിറ്റി, പണം, ഇതിന് വേണ്ടിയിട്ടാണ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഇങ്ങനെയാവും. വല്ല ഓന്തും പെരിച്ചാഴിയൊക്കെ ആയിട്ടിരിക്കേണ്ടി വരും. അതാണ് ഈ കഥ കാണിച്ചു തരുന്നത് തന്നെ. അത് ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യാമെന്നല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആവരുത് സൽക്കർമ്മം. വലിയ കേമത്താണ്, വലിയ കേമത്തം. പലതും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എത്രയോ പശുക്കളെ ദാനം ചെയ്ത് കണക്കൊന്നുമില്ല, പക്ഷേ ശ്രദ്ധയില്ല. അങ്ങനെ ഞാൻ ആ പശുവിനെ ദാനം ചെയ്തു. ഈ പശുവിനെ തന്നെ വീണ്ടും കൊടുത്തു. കാരണം കണ്ടില്ല, മനസ്സിലാക്കിയില്ല. വേറൊരു ബ്രാഹ്മണൻ വന്നപ്പോൾ ആ പശുവിനെ കൊടുത്തു. ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ട് പോവുകയാണേ. അപ്പോഴാണ് മറ്റേ ബ്രാഹ്മണൻ കുളി കഴിഞ്ഞ് കയറി വരുന്നത്. അയാൾ ചോദിച്ചു, താനും കേട്ടാ എൻ്റെ പശുവിനെയും കൊണ്ടുപോകുന്നത്? അയാൾ പറഞ്ഞു, തൻ്റെ പശു എന്നല്ല, എൻ്റെ പശു, എനിക്ക് രാജാവ് തന്നതാണ്. സംഗതി മനസ്സിലാക്കി രണ്ട് ബ്രാഹ്മണരും കൂടി രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവേ, എങ്ങനെയാണെങ്കിൽ അധികം പശുവൊന്നും വേണ്ട, ഒറ്റ പശു മതി, കൊടുക്കുക. നടനത്തിൽ ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ, ഇനി പോയിക്കോളൂ. അത് തന്നെയുള്ളൂ, അടുത്താക്കുക, അതിനെ കൊടുക്കുക, അത് ഫോട്ടോ എടുക്കുക, എളുപ്പമുണ്ടല്ലോ. ഒരു പശു പോരെ, എന്തിനാ പത്രയൊക്കെ പശു? അപ്പോൾ രാജാവ് പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി, കുറച്ച് ശ്രദ്ധയൊന്നും മാറിപ്പോയി, അത് സാരമില്ല. അദ്ദേഹം പറഞ്ഞു, അത് സാരമില്ല എന്ന്. കുഴപ്പമില്ല, അതിന് പകരം ഞാൻ ഒരു പശുവിന് പകരം 100 പശുക്കളെ തരാം, പോരെ ചോദിച്ചു. നമ്മളാച്ചാൽ മതി പറയും. ആ ബ്രാഹ്മണരെ കുറച്ച് കേമാരായിട്ടുള്ള ബ്രാഹ്മണരെ അത്ര ആർത്തിയുള്ള കൂട്ടത്തിലല്ല. അവർ പറഞ്ഞു, ഇത്രയും ശ്രദ്ധ ഇല്ലാത്ത ഒരാളുടെ ദാനം ഞങ്ങൾക്ക് വേണ്ട. തനിക്ക് ഇപ്പോഴും താൻ ചെയ്തത് മോശം എന്നുള്ളൊരു തോന്നലില്ലേ അല്ലേ? അദ്ദേഹം പറയണമെന്ന്, അങ്ങനെയൊക്കെ പറ്റും, കുറേ പശുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും. ഒന്നിന് പകരം 100 അങ്ങോട്ട് തരാം, അത് വാങ്ങി പോയിക്കോളുക. അവർ പറഞ്ഞു, വേണ്ട, താൻ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ പശുവിനെ അവിടെ വെച്ചാൽ പോയി. അവർ പോയി. അപ്പോഴും രാജാവ്, എന്നാൽ പിന്നെ പോട്ടെ, കുഴപ്പമില്ല, വേറെ ബ്രാഹ്മണൻ ഉണ്ടല്ലോ, കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുകയാണ്. ആ ബ്രാഹ്മണരുടെ ഒരു വിഷമം അതാണ്. അതൊരു ശാപം പോലെ അങ്ങോട്ട് വന്നു രാജാവിൻ്റെ അടുത്ത്. അവർ ശപിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ബ്രാഹ്മണർ ശപിക്കും, സജ്ജനങ്ങൾ ശപിക്കുമോ? ഏയ്, സജ്ജനങ്ങൾ ശപിക്കൊന്നുമില്ല. പിന്നെ ഈ ശാപം എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ, അവരുടെ ഉള്ളിലുള്ള ഈ വിഷമം ഉണ്ടല്ലോ, അതാണ് ശാപം. അല്ല നമ്മുടെ ധാരണ ശാപം എന്നൊക്കെ പറഞ്ഞാൽ കയ്യിൽ വളർത്തൽ ഒമ്പൾ, അങ്ങനെയൊന്നും ഉണ്ടാവും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരുടെ ഉള്ളിലുള്ള വിഷമത്തിലൊക്കെ ലോകര് നേരെയാവണമെന്നുള്ള മട്ടിൽ എങ്ങനെ വിചാരിച്ചിട്ട് ആ രാജാവിന് വേണ്ടി പോയി വാങ്ങിയതാ. എന്നിട്ട് രാജാവ് ഉത്തര അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ചെയ്യണമല്ലോ എന്നുള്ളൊരു വിഷമം അവർക്കുണ്ടായി. അത് ദത്താപഹാരം എന്നുള്ള പാപമായി മാറി. കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങി. ആ ഒരു പാപാർക്ക് വന്നു, രാജാവിന് വന്നു. ധാരാളം സൽക്കർമ്മം ചെയ്ത ആളാണ്, പുണ്യം കുറേ ഉണ്ട്, കുറച്ച് പാപമുണ്ട്, ഇന്ന് പാപമായിട്ട് വന്നു. അദ്ദേഹത്തിന് യമൻ കണ്ട സമയത്ത് യമൻ പറഞ്ഞു, അങ്ങേക്ക് പുണ്യമുണ്ട് പാപമുണ്ട്, ഏത് വേണം ആദ്യം എന്ന് ചോദിച്ചു. സ്വർഗമുണ്ട് നരകമുണ്ട്, എവിടെ ആദ്യം കിടക്കണ്ടു? എവിടെ കിടക്കണ്ടു? നമ്മളോട് ചോദിക്കില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പം രണ്ടുണ്ടെന്ന് കൂട്ടുക. എന്താ വേണ്ടു ആദ്യം ചോദിച്ചാൽ എന്താ പറയുക? സ്വർഗത്തിൽ മതി എന്നല്ലേ പറയുക. അദ്ദേഹത്തിന് വിവരമുള്ളതുകൊണ്ട് പറഞ്ഞു, നരകം മതി. കാരണം എന്താ വെച്ചാൽ, നരകത്തിൽ കഴിയുമ്പോൾ എന്താ ഗുണം വെച്ചാൽ, അവിടുന്ന് ആ കഷായം കുടിക്കുമ്പോഴും മനസ്സിലെന്താ വിചാരിക്കുന്നത്, കഴിഞ്ഞാൽ നെസ്കഫെ, ആ കാപ്പി കുടിക്കാമല്ലോ എന്നുള്ള വിചാരത്തിൽ, അവിടുന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇത് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കുക എന്നുള്ളൊരു വിചാരമുള്ളതുകൊണ്ട് ആ കഷായം എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കുക. നേരെ മറിച്ച് ആദ്യം സ്വർഗ്ഗമാണെങ്കിൽ അവിടുന്ന് സുഖം അനുഭവിക്കുമ്പോഴും എന്താവും ചിന്ത, ഇനി ഇത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ അപ്പം കുടിക്കുന്ന കാപ്പി കൂടി നേരെ കുടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നരകമായിക്കോട്ടെ ആദ്യം എന്ന് പറഞ്ഞു. അത് പറയലും ഞാൻ ഓന്തായിട്ട് വന്നു. ഇപ്പം അങ്ങയെ കണ്ടു, സമാധാനമായി, ഇനി എനിക്ക് സ്വർഗ്ഗമാണ്, ഞാൻ പോവാന്നും പറഞ്ഞ ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് പോയി. ഭഗവാൻ തൻ്റെ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു, കണ്ടില്ലേ കുട്ടികളെ, നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ
ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. വളരെ കരുതി കഴിയണം ഈ ലോകത്ത് എന്നാണ്. മറ്റുള്ളവരുടെ ഒക്കെ സ്വത്തൊക്കെ അപഹരിച്ച വലിയ പാപമാണ്, നല്ലോണം ശ്രദ്ധിക്കുക എന്നാണ്. ബ്രഹ്മസ്വൊക്കെ അപഹരിച്ചാൽ, ബ്രഹ്മസ്വാണോ ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പം ബ്രഹ്മസ്വായില്ലേ എന്നാണ്. രാജാവ് കൊടുത്തു, ബ്രാഹ്മണൻ്റെ ആയിപ്പത്, ബ്രാഹ്മണൻ്റെ അത് തിരിച്ചു മേടിക്കല്ലേ ഉണ്ടായത്, അതാ പറ്റിയത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സജ്ജനങ്ങളെ നിന്ദിക്കരുത്, അപമാനിക്കരുത്. അതിൻ്റെ ദോഷമല്ലേ ഇപ്പം കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കരുതി ജീവിക്കണം കേട്ടോ. ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. മറ്റുള്ള വിഷത്തിനൊക്കെ കാളകൂടം കഴിച്ചാലും പ്രതിവിധി ഉണ്ട്, അതിനൊക്കെ മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷേ ബ്രഹ്മസ്വം അപഹരിച്ചാൽ അതിനെന്തില്ല, അതിന് പ്രതിവിധിയില്ല. അത് സഹിക്കന്നെ വേണം. ആള് മാത്രമല്ല, കുലം സമൂലം ദഹതി, ആ കുലം തന്നെ നശിക്കും. അതുകൊണ്ട് കരുതണം കേട്ടോ എന്ന് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ട് പോലും ആരും കേട്ടില്ല. ഈ മക്കൾ കേട്ടിട്ടില്ല. അവരാണ് ഇനി വൈകുന്നേരം കാണാം. ഋഷിമാർ ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ഋഷിമാരെ പരിഹസിച്ചിട്ടാണ് ഭഗവാന്റെ വംശം ആ സജ്ജനങ്ങളുടെ ശാപം കൊണ്ടാണ് നശിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്, അത്രേ പറ്റൂ. നമുക്കൊക്കെ എന്തേ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കാം, മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം, കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയാന്നല്ലാണ്ട് അവരെ കൊണ്ട് നേർവഴി അതൊന്നും പറ്റില്ല. ഭഗവാൻ പോലും പറ്റിയില്ല. തമ്മിൽ തല്ലി ചാവേണ്ടത് ഭഗവാന്റെ മക്കൾ. പിന്നെ ഇപ്പം നമ്മുടെ മക്കളെ കഥ. അവനവന് നേരെയാക്കാൻ അവനവനെ മാത്രമേ പറ്റൂ. അതാണ് ഗീതയിൽ അർജുനോടും പറഞ്ഞത്, അർജുന എനിക്ക് നിന്നെ നേരെയാക്കാനൊന്നും പറ്റില്ല. പറയാം, അങ്ങനെ കാര്യങ്ങൾ പറയാം, പിന്നെ നിനക്കിഷ്ടമുള്ളത് ചെയ്യുക. ഉദ്ധരേതാത്മന ആത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. നമുക്ക് നേരെയാക്കാൻ ആരെ മാത്രമേ പറ്റുള്ളൂ, നമ്മളെ മാത്രം. അതുകൊണ്ട് ഇതൊക്കെ അച്ഛന്മാർക്കുള്ള രക്ഷിതാക്കൾക്കുള്ള ഉപദേശമാണ്. എന്ത് ചെയ്യണം, പറയേണ്ടത് പറഞ്ഞു കൊടുക്കുക, പറയാണ്ടിരിക്കരുത്. അതെന്തിനാ പറയണത്, കുറച്ച് കഴിഞ്ഞ് അവർ വഴി തെറ്റുമ്പം പറഞ്ഞ ആൾക്കൊരു സമാധാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അല്ലേ, ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവർ വഴി തെറ്റിയാൽ അവരെ തലവര, അത്രയേ ഉള്ളൂ. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പറയേണ്ടത് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം, അവർ വേറെ വഴിക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ചായ കാലത്ത് ഞാൻ പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി പറയുക, നമ്മൾ നമ്മളെ കാര്യം നോക്കുക, സമാധാനമായിട്ടിരിക്കുക. ഭഗവാനെ പോലെ തന്നെ തൻ്റെ മക്കൾ തമ്മിൽ തല്ലുമ്പോഴും ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് സഞ്ചരിക്കുക ഉണ്ടായത്. അതിന് ഏകാദശത്തിൽ വർണ്ണിക്കും. സുന്ദര സ്മിതവക്ത്രാബ്ജം നീല കുന്തളമണ്ഡിതം. ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഏതായാലും ആ ഉപദേശമൊക്കെ ഭഗവാൻ കൊടുത്തു.